നീൽ ആംസ്ട്രോങ് ജനിച്ചത് അമേരിക്കൻ ഐക്യനാടുകളിലെ ഒഹായോ സംസ്ഥാനത്തുള്ള വാപ്പകൊനേട്ട എന്ന സ്ഥലത്താണ്. വിമാനത്തിന്റെ ഉപജ്ഞാതാക്കളായി മാറിയ റൈറ്റ് സഹോദരന്മാർ ജനിച്ചതും ഒഹായോ സംസ്ഥാനത്ത് തന്നെയാണ്. 1930 ഓഗസ്റ്റ് 5 നീൽ ആംസ്ട്രോങ്ങിന്റെ ജനനം. അമ്മ വിയോള ലൂയിസ്, അച്ഛൻ സ്റ്റീഫൻ കോയിങ് ആംസ്ട്രോങ്. അമേരിക്കയിലാണ് ജനിച്ചതെങ്കിലും ജർമ്മൻ, ഇംഗ്ലീഷ്, സ്കോട്ടിഷ്, ഐറിഷ് പാരമ്പര്യങ്ങൾ പേറുന്നവരായിരുന്നു ആംസ്ട്രോങ്ങിന്റെ മാതാപിതാക്കൾ. ആംസ്ട്രോങ് എന്നത് സ്കോട്ട്ലൻഡിന്റെ അതിർത്തിയിലുള്ള ഒരു പോരാളി സമൂഹത്തിന്റെ വിളിപ്പേര് കൂടിയാണ്. നീൽ ആംസ്ട്രോങ്ങിന്റെ അച്ഛൻ സ്റ്റീഫൻ കോയിങ് ആംസ്ട്രോങ് ഒഹായോ സംസ്ഥാനത്തിലെ സർക്കാർ വകുപ്പിൽ ഓഡിറ്ററാണ്. നീൽ ആംസ്ട്രോങ്ങിന് 2 സഹോദരങ്ങൾ കൂടിയുണ്ട്, അനിയത്തി ജൂണും അനിയൻ ഡെന്നും. നീൽ ആംസ്ട്രോങ്ങിന്റെ ചെറുപ്പകാലത്ത് അവന്റെ അച്ഛന് ജോലിയുടെ ഭാഗമായി പതിവായി സ്ഥലം മാറ്റമുണ്ടാകാറുണ്ട്. ഒഹായോ സംസ്ഥാനത്തിനുള്ളിൽ തന്നെയാണ് ഈ സ്ഥലം മാറ്റങ്ങൾ. നീലിന്റെ ജീവിതത്തിലെ ആദ്യ 14 വർഷങ്ങൾക്കിടയിൽ അവർ 16 പട്ടണങ്ങളിൽ മാറി മാറി താമസിച്ചു. ഈ യാത്രകൾക്കിടയിൽ എപ്പോഴോ ആണ് പറന്നു നടക്കുകയെന്ന സ്വപ്നം നീൽ ആംസ്ട്രോങ്ങിനുള്ളിൽ കയറിക്കൂടിയത്. 1920 മുതൽ അമേരിക്കയിൽ പതിവായി നടത്താറുള്ള വിമാനം പറത്തൽ മത്സരമാണ് ക്ലീവ്ലൻഡ് എയർ റൈസ്. ഒഹായോയിലെ ക്ലീവ്ലാൻഡ് പട്ടണത്തിലാണ് ഈ മത്സരം നടക്കുന്നത്. നീൽ ആംസ്ട്രോങ്ങിന് 2 വയസ്സുള്ളപ്പോൾ മുതൽ അവന്റെ അച്ഛൻ അവനെ ക്ലീവ്ലാൻഡ് എയർ റൈസ് കാണാൻ കൊണ്ടുപോകുമായിരുന്നു. വിമാനങ്ങൾ കൂടുതൽ ഉയരത്തിൽ പറത്താൻ മത്സരിച്ചുകൊണ്ട് നിരവധി ആളുകൾ പങ്കെടുക്കുന്ന ആ മത്സരം കുഞ്ഞു നീൽ നന്നായി ആസ്വദിച്ചു. റൈറ്റ് സഹോദരന്മാരുടെ ജന്മദേശമായ ഒഹായോയിൽ വിമാനം പറത്തലൊരു ആഘോഷമായിരുന്നു. ഏതായാലും ഈ ഭ്രമം തീരെ കുട്ടിക്കാലം മുതൽക്ക് തന്നെ നീൽ ആംസ്ട്രോങ്ങിൽ കയറിക്കൂടി. 5-6 വയസ്സുള്ളപ്പോൾ അവൻ അച്ഛനൊപ്പം ആദ്യമായി വിമാനത്തിൽ കയറി. ഫോർഡ് കമ്പനി നിർമ്മിച്ച ടിൻ ഗൂസ് എന്നറിയപ്പെടുന്ന ഒരു 3 മോട്ടോർ വിമാനമായിരുന്നു അത്. ഒഹായോയിലെ വാറൻ പട്ടണത്തിന് മുകളിലൂടെ നീൽ ആംസ്ട്രോങ്ങും അച്ഛനും കയറിയ ആ ചെറിയ വിമാനം പറന്നു. വാപ്പകൊനേട്ടയിലാണ് ജനിച്ചതെങ്കിലും അച്ഛന്റെ ജോലിയുമായി ബന്ധപ്പെട്ട് ഒഹായോയിലെ വ്യത്യസ്ത ജില്ലകളിലായിരുന്നു നീൽ ആംസ്ട്രോങ്ങിന്റെ കുട്ടിക്കാലം. എങ്കിലും 1944 കുടുംബം സ്ഥിരതാമസത്തിനായി വാപ്പകൊനേട്ടയിലേക്ക് തന്നെ മടങ്ങിയെത്തി. വിവിധ നഗരങ്ങൾ ചുറ്റിക്കറങ്ങി ഒടുവിൽ സ്വന്തം നാട്ടിൽ തന്നെ എത്തിയതിന്റെ ആശ്വാസത്തിലാണ് ആംസ്ട്രോങ് കുടുംബം. അവർ മൂത്ത മകനെ അവിടെ ബ്ലൂം ഹൈസ്കൂളിൽ ചേർത്തു. അക്കാലത്ത് അമേരിക്കയിൽ സജീവമായിരുന്ന ബോയ് സ്കൗട്ട്സിൽ ആംസ്ട്രോങ് സജീവമായി പങ്കെടുത്തു. വിവിധ കളികളും പെരുമാറ്റ മര്യാദകളും അച്ചടക്കവും കുട്ടികളെ പരിശീലിപ്പിക്കാൻ സ്കൗട്ട്സിന്റെ നേതൃത്വത്തിൽ പ്രവർത്തിക്കുന്നവർക്ക് കഴിഞ്ഞിരുന്നു. അവിടെ ഉയർന്ന റാങ്കായ ഈഗിൾ സ്കൗട്ട് ആംസ്ട്രോങ് നേടുകയും ചെയ്തു. ആ കാലത്ത് തന്നെ വാപ്പകൊനേട്ട എയർഫീൽഡിൽ നിന്ന് വിമാനം പറത്താനുള്ള പരിശീലനവും നീൽ ആംസ്ട്രോങ് ആരംഭിച്ചു. പരിശീലനം പൂർത്തിയാക്കിയ ആംസ്ട്രോങ് 16ാം ജന്മദിനത്തിൽ തന്നെ സ്റ്റുഡൻസ് പൈലറ്റ് ലൈസൻസ് സ്വന്തമാക്കി. ആംസ്ട്രോങ്ങിന് ഡ്രൈവിംഗ് ലൈസൻസ് കിട്ടുന്നതിനും മുൻപായിരുന്നു വിമാനം പറത്താനുള്ള ലൈസൻസ് കിട്ടിയത്. 17ാം വയസ്സിൽ ആംസ്ട്രോങ് ഇന്ത്യാനയിലെ പെർഡ്യൂ യൂണിവേഴ്സിറ്റിയിൽ എയ്റോനോട്ടിക് എഞ്ചിനീയറിംഗ് പഠനം ആരംഭിച്ചു. മസാച്യുസെറ്റ്സ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജിയിലും പ്രവേശനം ലഭിച്ചിരുന്നു. പക്ഷേ അദ്ദേഹം പെർഡ്യൂ യൂണിവേഴ്സിറ്റിയാണ് തെരഞ്ഞെടുത്തത്. ഒഹായോ സ്റ്റേഡിയത്തിൽ പെർഡ്യൂ യൂണിവേഴ്സിറ്റിയിലെ വിദ്യാർത്ഥികൾ പങ്കെടുത്ത ഒരു ഫുട്ബോൾ മത്സരം കണ്ടതോടെയാണ്
ആംസ്ട്രോങ് പഠനം പേർഡ്യൂ യൂണിവേഴ്സിറ്റിയിൽ മതിയെന്ന് തീരുമാനിച്ചത്. ആംസ്ട്രോങ്ങിന്റെ കുടുംബത്തിൽ കോളേജ് വിദ്യാഭ്യാസം നേടുന്ന രണ്ടാമത്തെ വ്യക്തിയാണ് അദ്ദേഹം. മസാച്യുസെറ്റ്സ് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പഠിച്ചിട്ടുള്ള അമ്മാവനും പേർഡ്യൂ യൂണിവേഴ്സിറ്റി തിരഞ്ഞെടുക്കാൻ ആംസ്ട്രോങ്ങിനെ ഉപദേശിച്ചു. ആംസ്ട്രോങ്ങിന്റെ ഫീസ് അടയ്ക്കാനുള്ള പണം ഹോളോവേ പ്ലാൻ എന്ന സ്കോളർഷിപ്പ് പരിപാടിയിലൂടെ കണ്ടെത്തുകയായിരുന്നു. ഈ പദ്ധതി പ്രകാരം വിജയകരമായി 2 വർഷത്തെ വിദ്യാഭ്യാസം പൂർത്തിയാക്കുന്ന കുട്ടികൾക്ക് 2 വർഷത്തെ വിമാനം പറത്തൽ പരിശീലനവും 1 വർഷത്തേക്ക് നേവിയിൽ വൈമാനികനായി ജോലി ചെയ്യാനുള്ള അവസരവും ലഭിക്കും. അതിനുശേഷം 2 വർഷം കൊണ്ട് ബിരുദം പൂർത്തിയാക്കാം. ബിരുദ പഠനത്തിനു ശേഷം ആംസ്ട്രോങ് നേവൽ സയൻസിൽ തുടർ പഠനം നടത്തുകയോ നേവൽ റിസർവ് ഓഫീസറുടെ പരിശീലനത്തിന് പോവുകയോ ചെയ്തില്ല. അതിനു മുൻപ് തന്നെ ആംസ്ട്രോങ്ങിന് 1949 ജനുവരിയിൽ ഫ്ലോറിഡയിലെ പെൻസക്കോള നേവൽ എയർ സ്റ്റേഷനിൽ വിമാനം പറത്തൽ പരിശീലനത്തിന് റിപ്പോർട്ട് ചെയ്യാനുള്ള അറിയിപ്പ് ലഭിച്ചു. അവിടെ പ്രവേശനം ലഭിക്കുന്നതിന് മുൻപ് വൈദ്യപരിശോധന വിജയകരമായി പൂർത്തിയാക്കണം. മെഡിക്കൽ ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റ് അദ്ദേഹത്തിന് എളുപ്പം ലഭിച്ചു. അതിനുശേഷം അമേരിക്കൻ റോയൽ നേവിയിലെ ഒരു സാധാരണ മിഡ്ഷിപ്പ്മാനായി ആംസ്ട്രോങ്ങിന് ജോലി കിട്ടി. മൊറോക്കോ, നോർത്ത് മാസിഡോണിയ, കസാഖിസ്ഥാൻ, സാംബിയ, സിംബാബ്വെ. സഞ്ചാരം പെൻഡ്രൈവ് വോളിയം നമ്പർ 21. അപൂർവ ദൃശ്യയാത്രാ വിവരണ ശേഖരം ഉടൻ സ്വന്തമാക്കാൻ സഞ്ചാരം എന്ന് SMS ചെയ്യൂ. ഫോൺ 9995444222. 1949 ജനുവരി 24-നാണ് അദ്ദേഹം ജോലിയിൽ പ്രവേശിച്ചത്. വീണ്ടും നേവി പൈലറ്റാകാൻ വേണ്ടിയുള്ള തുടർച്ചയായ പരിശീലനം. സെപ്റ്റംബർ 9-ന് നീൽ ആംസ്ട്രോങ് ആദ്യമായി തനിയെ നേവിയുടെ വിമാനം പറത്തി. വീണ്ടും പരിശീലനം തുടരേണ്ടതുണ്ട്. യുദ്ധസന്ദർഭങ്ങളിൽ നേവിയുടെ പൈലറ്റുമാർ വിമാനങ്ങളെ സുരക്ഷിതമായി ലാൻഡ് ചെയ്യിക്കേണ്ടത് വിമാനവാഹിനി കപ്പലുകളിലേക്കാണ്. 1950 മാർച്ച് 2-ന് പരിശീലനത്തിന്റെ ഭാഗമായി അദ്ദേഹം തന്റെ വിമാനം നേവിയുടെ വിമാനവാഹിനി കപ്പലിൽ വിദഗ്ധമായി കൊണ്ടുവന്നിറക്കി. വളരെ പെട്ടെന്ന് ഈ നേട്ടം സ്വന്തമാക്കിയതിന് സഹപ്രവർത്തകർ മാത്രമല്ല, നേവിയിലെ മുതിർന്ന ഉദ്യോഗസ്ഥരും ആംസ്ട്രോങ്ങിനെ അഭിനന്ദിച്ചു. കൂടുതൽ വിദഗ്ധ പരിശീലനം നേടുന്നതിനായി അവർ നീൽ ആംസ്ട്രോങ്ങിനെ ടെക്സസിലെ കോർപ്പസ് ക്രിസ്റ്റി എയർ സ്റ്റേഷനിലേക്ക് അയച്ചു. 1950 ഓഗസ്റ്റ് 16-ന് നേവിയുടെ പൈലറ്റാകാനുള്ള പൂർണ്ണ യോഗ്യത നേടിയതായുള്ള ഒരു അറിയിപ്പ് ആംസ്ട്രോങ്ങിനെ തേടി വന്നു. അതിന്റെ ഭാഗമായി 1950 ഓഗസ്റ്റ് 23-ന് നേവിയുടെ വൈമാനികനെന്ന നിലയിൽ ആംസ്ട്രോങ്ങിന് അംഗീകാരം നൽകുന്ന ചടങ്ങ് നടന്നു. അത് കാണാനും പരിപാടിയിൽ പങ്കെടുക്കാനുമായി ആംസ്ട്രോങ്ങിന്റെ അമ്മയും അനിയത്തിയും എത്തിയിരുന്നു. നേവിയിൽ ആംസ്ട്രോങ്ങിന് ആദ്യത്തെ നിയമനം ലഭിച്ചത് നോർത്ത് ഐലൻഡിലെ നേവൽ എയർ സ്റ്റേഷനിലാണ്. പിന്നീട് യുദ്ധവിമാനങ്ങൾ പറത്താൻ നിയോഗിക്കപ്പെട്ട ഉദ്യോഗസ്ഥരുടെ കൂട്ടത്തിലേക്ക് നീൽ ആംസ്ട്രോങ്ങിന് നിയമനമായി. ആ കൂട്ടത്തിലെ ഏറ്റവും പ്രായം കുറഞ്ഞ ഉദ്യോഗസ്ഥനായിരുന്നു അദ്ദേഹം. അമേരിക്കൻ നേവിക്ക് വേണ്ടി നിർമ്മിച്ച എസെക്സ് എന്ന യുദ്ധക്കപ്പലിലേക്ക് ജെറ്റ് കാരിയർ വിമാനം കൊണ്ടുവന്നിറക്കുകയെന്നതാണ് അടുത്ത ലക്ഷ്യം. ആംസ്ട്രോങ് വിജയകരമായി ആ പരീക്ഷണവും പൂർത്തിയാക്കി. അമേരിക്കയുടെ ഏറ്റവും പുതിയതും ആധുനികവുമായ യുദ്ധക്കപ്പലായിരുന്നു എസെക്സ്. അത് അമേരിക്കയും കൊറിയയും തമ്മിൽ ആരംഭിച്ച യുദ്ധത്തിൽ പങ്കെടുക്കാനായി കൊറിയൻ തീരത്തേക്ക് പുറപ്പെടാൻ ഒരുങ്ങുകയാണ്. 2 ദിവസത്തിനുള്ളിൽ എസെക്സ് കൊറിയൻ തീരത്തേക്ക് പുറപ്പെട്ടു. പഠനം പൂർത്തിയാക്കുന്നതിന് മുൻപ് തന്നെ
ആംസ്ട്രോങ്ങിനെ പോലെയുള്ളവരെ നേവിയിലേക്ക് എടുത്തതും വളരെ പെട്ടെന്ന് തന്നെ പരിശീലനങ്ങൾ പൂർത്തിയാക്കിയതും കൊറിയയുമായുള്ള യുദ്ധത്തെ മുൻകൂട്ടി കണ്ടുകൊണ്ട് തന്നെയായിരുന്നു. നേവിക്ക് വിദഗ്ധരായ പൈലറ്റുമാരെ ഏറ്റവുമധികം ആവശ്യമായി വന്ന സന്ദർഭമാണിത്. പരിശീലനങ്ങളെല്ലാം പൂർത്തിയാക്കിയ ആംസ്ട്രോങ്ങും കൊറിയയിലേക്ക് പുറപ്പെട്ടു. അമേരിക്കൻ നേവിയെ സംബന്ധിച്ചിടത്തോളം കൊറിയൻ യുദ്ധത്തിൽ നീൽ ആംസ്ട്രോങ് സ്തുത്യർഹമായ സേവനമാണ് കാഴ്ചവെച്ചത്. നേവിയുടെ 78 ദൗത്യങ്ങളിൽ ആംസ്ട്രോങ് പങ്കാളിയായി. ഏതാണ്ട് 121 മണിക്കൂറെങ്കിലും അദ്ദേഹം കൊറിയൻ തീരത്തുകൂടി തന്റെ യുദ്ധവിമാനം പറത്തി. യുദ്ധവിമാനം പറത്തുന്ന പൈലറ്റുമാർ നേരിടുന്ന ഏറ്റവും വലിയ വെല്ലുവിളി കരയിലൂടെ വളരെ താഴ്ന്നു പറക്കുക എന്നതാണ്. താഴ്ന്നു പറക്കുന്ന യുദ്ധവിമാനങ്ങളെ അപകടത്തിലാക്കാൻ കൊറിയക്കാർ ധാരാളം കേബിളുകൾ വലിച്ചിട്ടുണ്ട്. ഒരിക്കൽ നീൽ ആംസ്ട്രോങ്ങിന്റെ വിമാനം കേബിൾ കുരുക്കിൽപ്പെട്ടു. അതിന്റെ ഒരു ചിറക് കേടായി. ആംസ്ട്രോങ് ഒരു വിധത്തിൽ അവിടെ നിന്ന് വിമാനവുമായി രക്ഷപ്പെട്ടു. വിമാനം കടലിൽ ലാൻഡ് ചെയ്യാനായിരുന്നു ആംസ്ട്രോങ്ങിന്റെ ശ്രമം. പക്ഷേ അത് പരാജയപ്പെട്ടു. ഒടുവിൽ നേവിയുടെ മറ്റൊരു വിമാനം അദ്ദേഹത്തെ അവിടെ നിന്ന് രക്ഷപ്പെടുത്തി. യുദ്ധം അവസാനിച്ചപ്പോൾ ആംസ്ട്രോങ്ങിന് നേവിയിലെ സേവനത്തിനുള്ള 2 സ്വർണ്ണ മെഡൽ ഉൾപ്പെടെ നിരവധി അംഗീകാരങ്ങൾ ലഭിച്ചു. യുദ്ധത്തിന്റെ പശ്ചാത്തലത്തിൽ പഠനം പൂർത്തിയാക്കുന്നതിന് മുൻപ് ആംസ്ട്രോങ്ങിനെ സൈനിക സേവനത്തിനായി നേവി തിരഞ്ഞെടുക്കുകയായിരുന്നല്ലോ. യുദ്ധം അവസാനിച്ചതോടെ 1952 ഫെബ്രുവരി 25-ന് അവരദ്ദേഹത്തെ സ്ഥിരം സർവീസിൽ നിന്ന് നീക്കം ചെയ്തു. പകരം നേവിയുടെ റിസർവ് സർവീസിൽ നിലനിർത്തി. സജീവ സേവനത്തിൽ നിന്നും നീക്കം ചെയ്തതിനു ശേഷവും അവർ ആംസ്ട്രോങ്ങിനെ നേവിയുടെ സ്വന്തം ഉദ്യോഗസ്ഥനെന്ന നിലയിൽ പരിഗണിച്ചിരുന്നു. നേവിയുടെ റിസർവ് ബറ്റാലിയനുമായി സഹകരിച്ചു പ്രവർത്തിക്കുന്ന കാലത്താണ് ആംസ്ട്രോങ്ങിന് നേവി ജൂനിയർ ലെഫ്റ്റനന്റ് പദവിയിലേക്ക് സ്ഥാനക്കയറ്റം നൽകിയത്. അദ്ദേഹം നേവി വിമാനങ്ങൾ പറത്തുന്നത് തുടരുകയും ചെയ്തു. ഇക്കാലത്ത് കുറച്ചു വർഷങ്ങൾക്ക് മുൻപ് നിർത്തിവെച്ച പഠനം പുനരാരംഭിക്കുന്നതിനായി നീൽ ആംസ്ട്രോങ് വീണ്ടും പെർഡ്യൂ യൂണിവേഴ്സിറ്റിയിലെത്തി. മുൻപ് യൂണിവേഴ്സിറ്റിയിലെ പഠനകാലത്ത് ആംസ്ട്രോങ്ങിന് ശരാശരി സ്കോറാണ് കിട്ടിക്കൊണ്ടിരുന്നത്. അതൊട്ടും മികച്ച പ്രകടനമായിരുന്നില്ല. എന്നാൽ നേവിയിലെ തുടർച്ചയായ പരിശീലനങ്ങൾക്കു ശേഷം മടങ്ങിയെത്തിയപ്പോൾ ആംസ്ട്രോങ്ങിന്റെ പഠന നിലവാരവും മെച്ചപ്പെട്ടിരുന്നു. മെച്ചപ്പെട്ട ഫൈനൽ ഗ്രേഡുകൾ സ്വന്തമാക്കാൻ നേവി ജീവിതം കാരണമായി. പെർഡ്യൂ സർവകലാശാലയിൽ പഠനം പുനരാരംഭിച്ച കാലത്താണ് ആംസ്ട്രോങ്ങിന്റെ ജീവിതത്തിലെ ഒരു പ്രധാന സംഭവം നടക്കുന്നത്. അവിടെ വെച്ച് അദ്ദേഹം ജാനറ്റ് ഷെറോണിനെ കണ്ടുമുട്ടി. പെർഡ്യൂ യൂണിവേഴ്സിറ്റിയിൽ ഹോം ഇക്കണോമിക്സ് പഠനത്തിനായി എത്തിയതാണ് ജാനറ്റ്. എയ്റോനോട്ടിക് എഞ്ചിനീയറിംഗിന് പഠിക്കാനെത്തിയ ആംസ്ട്രോങ്ങിനെ അവർ പരിചയപ്പെട്ടു. ജാനറ്റ് നല്ല ഒരു നീന്തൽ താരം കൂടിയാണ്. ആംസ്ട്രോങ് ജാനറ്റിനെ ആദ്യമായി കാണുന്നത് അവൾ നീന്തൽ കുളത്തിൽ ഇറങ്ങുന്ന സന്ദർഭത്തിലാണ്. ആദ്യ കാഴ്ചയിൽ തന്നെ ആംസ്ട്രോങ്ങിന് ജാനറ്റിനോട് ഇഷ്ടമായി. 1956 അവർ വിവാഹിതരായി. കാലിഫോർണിയയുടെ ഉൾപ്രദേശത്തുള്ള ഒരു മലയോരത്താണ് അവർ കുടുംബജീവിതം ആരംഭിച്ചത്. വിജനമായ ആ പ്രദേശത്ത് ശാന്തമായൊരു ജീവിതം. യൂണിവേഴ്സിറ്റി വിദ്യാഭ്യാസത്തിനൊപ്പം ആംസ്ട്രോങ് നേവിയിലെ പരിശീലനവും തുടരുന്നുണ്ട്. മലഞ്ചെരുവിലെ തന്റെ വീട്ടിലിരുന്നാൽ ജാനറ്റിന് ദൂരെ എഡ്വേർഡ് എയർഫോഴ്സ് ബേസിൽ ആംസ്ട്രോങ്ങിന്റെ പരീക്ഷണ പറക്കൽ കാണാം. ജാനറ്റിനെ സംബന്ധിച്ചിടത്തോളം
അവരഭിമുഖീകരിക്കാൻ പോകുന്ന ഏകാന്ത ജീവിതത്തിനുള്ള ഒരു പരിശീലന കാലം കൂടിയായിരുന്നു അത്. ആംസ്ട്രോങ് തന്റെ ജോലിയിൽ മുഴുകുമ്പോൾ മറ്റെല്ലാം മറക്കും. ആ വീട്ടിൽ താമസിക്കുമ്പോഴാണ് നീൽ ആംസ്ട്രോങ്ങിന്റെയും ജാനറ്റിന്റെയും മകൻ റിക് ആംസ്ട്രോങ്ങും മകൾ കാരൻ ആംസ്ട്രോങ്ങും ജനിക്കുന്നത്. കുട്ടികൾ ജനിച്ചതോടെ ജാനറ്റ് പൂർണ്ണമായും പഠനം അവസാനിപ്പിച്ചു. വീട്ടിലുള്ളപ്പോഴെല്ലാം കുഞ്ഞുങ്ങൾക്കൊപ്പം ധാരാളം സമയം ചെലവഴിക്കാൻ ആംസ്ട്രോങ് ഇഷ്ടപ്പെട്ടിരുന്നു. പക്ഷേ വീടിനു പുറത്തും ആംസ്ട്രോങ്ങിന് നിരവധി പരിപാടികളുണ്ട്. യൂണിവേഴ്സിറ്റി ജീവിതം ആംസ്ട്രോങ് ഏറ്റവും ആസ്വദിക്കുകയായിരുന്നു. ഇക്കാലത്ത് നീൽ ആംസ്ട്രോങ് ഫൈ ഡെൽറ്റ തെറ്റ എന്ന ഒരു സംഘത്തിൽ അംഗമായി. 1848 മിയാമി യൂണിവേഴ്സിറ്റിയിൽ ആരംഭിച്ച ഒരു സംഘമാണത്. അല്പം നിഗൂഢ സ്വഭാവം പുലർത്തുന്ന ഒരു സംഘം.